ഇനി ഒരു അപകടത്തിൻ്റെ വാർത്തയിലേക്ക്. തമിഴ്നാട് കരൂരിൽ ബസ്സും ട്രാക്ടറും കൂട്ടിയിടിച്ച 4 പേർക്ക് ദാരുണാന്ത്യം, 15 പേർക്ക് പരിക്കേറ്റു. സേലം കരൂർ ദേശീയപാതയിൽ വെണ്ണൈമലയ്ക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. സങ്കടകരമായ വാർത്തയാണ്. ബസ്സും ട്രാക്ടറും കൂട്ടിയിടിച്ചാണ് 4 പേർ മരിച്ചത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഈ വെണ്ണൈമലയിൽ ഉണ്ടായ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് റഹീസ്? ഗുഡ് മോർണിംഗ്. SKN അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായത്. രാവിലെ 5 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. ഈ ബസ് ബംഗളൂരുവിൽ നിന്നും നാഗർകോവിലേക്ക് വരികയായിരുന്നു. എതിർദിശയിലാണ് ട്രാക്ടർ വന്നുകൊണ്ടിരുന്നത്. ഇത് ഒരു ഡിവൈഡറിൻ്റെ 2 ഭാഗത്തായി 2 റോഡിലൂടെ വന്നുകൊണ്ടിരുന്ന വാഹനമാണ്. പക്ഷേ രാവിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയി. വാഹനം അമിത വേഗതയിലായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ബസ് അപ്പുറത്തെ റോഡിലേക്ക് കയറുകയും അതിവേഗതയിൽ വന്ന് ഈ ട്രാക്ടറിലേക്ക് ഇടിച്ചു കയറുകയുമാണ്. അതിൻ്റെ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ബസ്സിൻ്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. യാത്രക്കാരൊക്കെ പുലർച്ചെയായതിനാൽ ഉറക്കത്തിലുമായിരുന്നു. ഡ്രൈവറും ഉറങ്ങിപ്പോയി. അപ്പോൾ ഡ്രൈവർ ഉൾപ്പെടെ 4 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിലൊരു 13 വയസ്സുള്ള കുട്ടിയുമുണ്ട്. ഈ ഡ്രൈവർ തൂത്തുക്കുടി സ്വദേശിയാണ്. പല ഭാഗത്തു നിന്നുള്ള തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. 15 പേർക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ കരൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ട് കൂടിയുണ്ട്. SKN. താങ്ക് യു റഹീസ്. എന്തായാലും സങ്കടകരമായ വാർത്തയാണ് റഹീസ് പങ്കുവച്ചത്.